വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീശൻ ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ തിരൂർ സതീഷ്, ഇപ്പോൾ ഇഡിയുടെ കണ്ടെത്തൽ ഇങ്ങനെയാണ്, അതിൽ BJPക്ക് ബന്ധമില്ല എന്ന് പറയുന്നു. അങ്ങാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? BJPക്ക് പങ്കില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. BJP ഓഫീസിൽ ഇത്രയും പണം വന്നു എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ രീതിയിൽ തന്നെ ഞാൻ പോലീസിന് മൊഴി കൊടുത്തിട്ടുള്ളതാണ്, 164 സ്റ്റേറ്റ്മെന്റും കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ED ഇതെങ്ങനെയാണ് ഞാനൊരു സാക്ഷിയാണ് ആ കൊടകര കുഴൽപ്പണ കേസിൽ. എന്നെ ഇതുവരെ ED ബന്ധപ്പെട്ടിട്ടില്ല. ആരിനൊക്കെയാണോ ED ബന്ധപ്പെട്ടതെന്നുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് ഇത് അല്ലാന്ന് പറയാനായിട്ട് EDക്ക് ഉൾവിളി ഉണ്ടായെന്ന് എനിക്കറിയുന്നില്ല. അതായത് ഇതിൽ പ്രധാന സാക്ഷിയായിട്ടുള്ളതും ഈ കാര്യങ്ങളൊക്കെ 24-നോട് തുറന്നു പറഞ്ഞതും 24-ലൂടെ തുറന്നു പറഞ്ഞതും അങ്ങാണ്. അപ്പോൾ അങ്ങയുടെ, അതായത് പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ച അങ്ങയുടെ മൊഴി പോലും ED രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു വലിയ ചോദ്യം ഉയരുന്നില്ലേ തിരൂർ സതീഷ്? അതാണ് ഞാൻ പറയുന്നത്. ഞാന് ഈ ചാക്കിൽ കൊണ്ടുവന്ന പണം അടിവരയിട്ട് ഞാൻ പറയാണ്, പാർട്ടിയുടെ ജില്ലാ ഓഫീസിൽ ചാക്ക് കെട്ടുകളായിട്ട് കൊണ്ടുവന്ന പണം അതെന്ത് ചെയ്തു എന്നെനിക്ക് അറിയണല്ലോ. ആ പണം എന്ത് ചെയ്തു? പിന്നെ കൊടകരയില് കുഴൽപ്പണ കേസ് എന്നുള്ള രീതിയിൽ അവിടെ കുഴൽപ്പണം പിടിച്ച സമയത്ത് പോലീസ് അവിടെ എത്തുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതായിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് എന്തിനാണ് BJPയുടെ നേതാക്കന്മാർ അവിടെ എത്തിയത്? ഇത് ബിസിനസ് ആവശ്യത്തിന് പോയ പണമാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് BJPയുടെ നേതാക്കന്മാര് ആ സ്പോട്ടിൽ പോയത്? ആവശ്യം എന്തായിരുന്നു? പോലീസ് അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ. അതുമാത്രമല്ല, അന്ന് ഈ വെളിപ്പെടുത്തൽ അങ്ങ് നടത്തി നമ്മുടെ ഹാഷ്മിയോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അങ്ങേക്കെതിരെ വന്നിരുന്നു. അത് പണം വാങ്ങിയിരുന്നു, ഇതിൽ നിന്ന് വലിയ പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. നേതാക്കളൊക്കെ തന്നെ വലിയ രീതിയിൽ ആരോപണങ്ങൾ അങ്ങേക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മളൊരു കാര്യം വെളിപ്പെടുത്തുമ്പോൾ അന്വേഷണ ഏജൻസി നമ്മളോട് കാര്യങ്ങൾ തേടാൻ വന്നിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ആ പറഞ്ഞതിൽ നിന്നൊക്കെ ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം ചെയ്യുന്ന ആളുകളാണല്ലോ. നിങ്ങൾ ഒരു കാര്യം അന്വേഷിക്കൂ. നിങ്ങൾ ഈ ED ഇത് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇത് വെളിപ്പെടുത്തിയ ഒരാള്, കൊടകര കുഴൽപ്പണ കേസിൽ സാക്ഷിയായിട്ടുള്ള എന്നോട് ഇത് ഒന്നും അന്വേഷിക്കാനായിട്ട് ED തയ്യാറായിട്ടില്ല. ഒന്ന്. പിന്നെ എന്നെ കുറിച്ച് പറഞ്ഞ ആരോപണങ്ങൾക്കെല്ലാം ഞാൻ ആ സമയത്ത് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നെ കുറിച്ച് പറഞ്ഞ ആരോപണങ്ങൾക്കൊന്നും അവർക്ക് കള്ളത്തരങ്ങൾ കൊണ്ടാണ് അത് മറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് ഞാൻ വേണ്ട തെളിവുകളും രേഖകളും ഞാൻ അപ്പൊ തന്നെ ഹാജരാക്കിയല്ലോ. നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാൻ അവിടെ ജോലി ചെയ്തിട്ടില്ല എന്ന് പറയണത്, അല്ലെങ്കിൽ അവർ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളല്ലേ. പിന്നെ ആരോപണങ്ങൾ ഇവർക്ക് പറയാം. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനോട് എന്താണ് ഇവർ പ്രതികരിച്ചിട്ടില്ലല്ലോ. പാർട്ടി നേതാക്കന്മാർ എന്താണ് പ്രതികരിക്കാത്തത്? പാർട്ടി നേതാക്കന്മാർ പ്രതികരിക്കണ്ടേ? ഈ പണം ഇത്രയും കോടി രൂപ ഇവിടെ വന്നു, ആ പണം എന്ത് ചെയ്തു? അതിനെല്ലാം മറുപടി പറയേണ്ടത് അതല്ല പൊതുസമൂഹവും പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരും അറിയേണ്ട കാര്യങ്ങള്. അതല്ലാതെ ആരോ പറയുന്ന കേട്ടു എന്ന് പറഞ്ഞിട്ടല്ല ED ഇത് തുടരന്വേഷണം വേണ്ടെന്ന് പറയേണ്ടത്. തുടരന്വേഷണം വേണോ വേണ്ടേ എന്നുള്ളതൊക്കെ ED നിശ്ചയിച്ചോട്ടെ. പക്ഷെ ഇതിലെ സാക്ഷിയായ എന്റെ മൊഴി പോലും എടുക്കാതെ എങ്ങനെയാണ് ഇത് ED ഈ നിഗമനത്തിൽ എത്തിയെന്ന് എനിക്കറിയുന്നില്ല. തീർച്ചയായിട്ടും BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ അടക്കം പ്രതിയായ കേസാണിത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്നതും ഒരു കേന്ദ്ര ഏജൻസിയാണ്. അപ്പോൾ ആ തരത്തിൽ തന്നെയാകും ഇതെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അല്ല, കേന്ദ്ര ഏജൻസി അന്വേഷിച്ചോട്ടെ. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം നിഷ്പക്ഷമാവണ്ടേ? രാജ്യത്ത് കള്ളപ്പണക്കാരെ ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞതാണ് നമ്മുടെ പ്രധാനമന്ത്രി, ഞാനടക്കം ആരാധിക്കുന്ന നരേന്ദ്രമോദിജി. ആ മോദിജിയുടെ പാർട്ടിയാണ് BJP. ആ BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ഇത്രയും പണം വന്നത്. അത് ഏറ്റവും വലിയ രാജ്യദ്രോഹത്തല്ലേ? അത് അന്വേഷിക്കേണ്ടതല്ലേ? അത് അന്വേഷിക്കേണ്ടത് അതിന്റെ ബന്ധപ്പെട്ട ഏജൻസികളല്ലേ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ആ പണം എന്ത് ചെയ്തു? ആ പണം തന്നെ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അതിന് ഇത്രയും വലിയൊരു കാര്യം ഇവിടെ നടന്നിട്ട് എന്നിട്ട് എന്തുകൊണ്ട് ഇത് അന്വേഷിക്കുന്നില്ല എന്ന് പറയുമ്പോ
എന്താണ് ഇന്ന് പൊതുജനങ്ങളുടെ സമൂഹം മനസ്സിലാക്കേണ്ടതെന്നുള്ളത് ഇത് ന്യൂസ് കേൾക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുമല്ലോ. ശരിയാണ് തിരൂർ സതീഷ്, ഈ നിങ്ങൾ പറഞ്ഞതുപോലെ BJP-യുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് വലിയ രാജ്യദ്രോഹ കുറ്റമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പോൾ താങ്കൾ ഇത്രയും ശക്തമായി മൊഴി നൽകിയിട്ടും ED താങ്കളെ ബന്ധപ്പെടുന്നില്ല. താങ്കൾ ശക്തമായി പോലീസിന് മൊഴി നൽകിയിട്ടും പോലീസിന്റെ വാദങ്ങളൊന്നും ED മുഖവിലക്കെടുക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്നെങ്കിലും സംശയമുണ്ടോ സതീഷ്? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇതിലൊരു സാക്ഷിയാണ്. അവിടെ ഓഫീസ് സെക്രട്ടറി എന്നുള്ള ചുമതല ഇരിക്കുമ്പോൾ അവിടെ ചാക്കുകളിൽ പണം വന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അത് അറ്റ്ലീസ്റ്റ് അന്വേഷിക്കാനുള്ള ഒരു കടമയെങ്കിലും ഈടിക്കുണ്ടല്ലോ. അത് ചെയ്യണ്ടേ? എന്നിട്ട് വേണ്ടേ ഈ വക പ്രഹസനങ്ങൾ കാണിക്കാനായിട്ട്? അതാ ഞാൻ പറയുന്നത്. അത് എന്തെങ്കിലും ഇടപെടലുകളുണ്ടോ എന്നുള്ളതല്ല. നിങ്ങള് ചാനലുകൾക്ക് നമ്മുടെയായിട്ടും കൂടുതൽ ന്യൂസുകൾ കിട്ടുമല്ലോ. നിങ്ങളും കൂടി ഒന്ന് അന്വേഷിക്കൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതിൽ യാഥാർത്ഥ്യമുണ്ടോ ഇല്ലേ, ഇനി ഇവര് പറയുന്ന കാര്യങ്ങളാണോ ഉണ്ടായിട്ടത് നിങ്ങൾ അന്വേഷിച്ചോളൂ. ഞാൻ എന്തായാലും ഒരു കാര്യം പറയാലോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമായിട്ട് തന്നെ കുറച്ച് വൈകിയാലും അത് പുറത്തു വരും, വെളിച്ചത്ത് വരുത്തിക്കും ഞാൻ. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. പാർട്ടീനെ അങ്ങനെ കുറച്ച് ആളുകൾ ഒരു ബിസിനസ്സിന് വേണ്ടി കൊണ്ടു നടക്കാൻ പാടില്ല ഉത്തരവാദിത്തം എടുത്തിട്ട്. അതല്ല, പാർട്ടി ഉത്തരവാദിത്തം കൊണ്ട് പാർട്ടി പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടാ. കേന്ദ്ര സർക്കാരിന് നിരവധി പദ്ധതികളുണ്ട്. അത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടേ? അല്ലാണ്ട് ഇവിടെ ഫണ്ട് വരുന്നത് കൈയിട്ട് വാരാന്, അത് കൊണ്ടുനടന്ന് വേറെ ബിസിനസ്സുകൾ നടത്താനല്ല ഇവർ ഉദ്ദേശിക്കേണ്ടത്. പ്രസ്ഥാനം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമാണ്. ഞാൻ ഇത്രയും അവിടെ സൂക്ഷിച്ചതല്ല അത്. എന്നിട്ട് എനിക്ക് എന്താ അതിന്നൊരു 500-ന്റെ ഒരു കറൻസി പോലും അതിന് കുറയാതെയാണല്ലോ ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ളത്. ഇവരെടുത്ത് കൊണ്ടുപോകാണെന്നെങ്കിൽ ഞാനും എടുത്തു കൊണ്ടുപോകാനായിട്ട് എനിക്കും പറ്റണതല്ല. ഞാൻ എന്താ ചെയ്യാഞ്ഞത്? സംഘടന നമ്മളെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചതാണ്. അതാണ് ഞാൻ ആ ഉത്തരവാദിത്തത്തോടു കൂടി അത് ഞാൻ ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ അത് പൂർണ്ണമായും പാർട്ടിക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ രാവും പകലും അതിനു വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടുള്ള ഒരാളാണിത്. നമ്മൾ ഇത്രയും വിശ്വസിച്ചൊരു പാർട്ടിയുടെ നേതാക്കന്മാര് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ. എന്നിട്ട് എന്നെ വ്യക്തിഹത്യനടത്തുക, എന്നെ തേജോവധം ചെയ്യുക, അപവാദങ്ങൾ പറയാ, ഇതൊക്കെയാണോ ഒരു പൊളിറ്റീഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങള്? ഇതല്ലല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ള രാഷ്ട്രീയം. രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടിയിട്ടാവണ്ടേ പൊതുപ്രവർത്തനം, അല്ലാതെ സ്വന്തം ആവശ്യത്തിനും ബിസിനസ് താല്പര്യത്തിനും വേണ്ടിയിട്ടാണോ? പ്രത്യേകിച്ച് നമ്മള് എല്ലാ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ വ്യത്യസ്തമായിട്ടാണ് BJP എന്നുള്ളൊരു പ്രത്യയ ശാസ്ത്രത്തിന്റെ പുറത്ത് കുറെ പ്രവർത്തകര് ഇഷ്ടം പോലെ ബലിദാനികളുടെ പ്രസ്ഥാനമാണ് അത്. ഇപ്പോഴും ഞാൻ പ്രാർത്ഥന പാടിയിട്ട് നടക്കുന്ന ആളാണ്, മനസ്സിലായോ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ കള്ളത്തരം ചെയ്ത നേതാക്കന്മാർക്ക് കൂട്ടു നിൽക്കലാണോ കേന്ദ്ര ഏജൻസിയുടെ പണി എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിന്റെ നിയമവഴിക്ക് ഞാൻ പോകാനായിട്ടാണ് എന്റെ തീരുമാനം. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നാണ് ഇപ്പോൾ തിരൂർ സതീഷ് നമ്മളോട് പ്രതികരിച്ചത്. നന്ദി. ഈ അവസരത്തിൽ ഇത്രയും കാര്യങ്ങൾ നമ്മളോട് വിശദമായി തന്നെ പറഞ്ഞു വെച്ചതിൽ. കൊടകര കുഴൽപ്പണക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ED. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പണം എത്തിച്ചത് BJPക്ക് അല്ല എന്നാണ് ED കണ്ടെത്തൽ. കേസിൽ പോലീസിന്റെ കണ്ടെത്തൽ ED ഇവിടെ തള്ളുകയാണ്.